ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പത്തിൽ കപ്പ ചേർത്തിട്ടുള്ളൊരു പുട്ട് റെസിപ്പിയാണ്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് വളരെ ഫൈനായിട്ടുള്ള ഗോതമ്പല്ല, ഞാൻ കുറച്ച് വലുപ്പമുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് 3-4 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കഴുകി കഴിഞ്ഞിട്ട് അതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റുക, എല്ലാ വെള്ളവും പോകുന്നത് വരെ. ഒരു 10-15 മിനിറ്റിന് ശേഷം നോക്കി അത് നന്നായി ഡ്രൈ ആയിട്ടുണ്ടാവും. നമ്മളിത് വെള്ളത്തിലൊന്നും സോക്ക് ചെയ്ത് വെക്കാത്തതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. ഇനി നമുക്കിത് ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവുന്ന വരെ നമുക്കിത് വറുത്തെടുക്കണം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിക്കുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടൊന്ന് തണയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എന്നാൽ പെട്ടെന്ന് തന്നെ തണിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇത് നന്നായി തണിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു മിക്സർ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പം ഞാനിത് പൊടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇത് വളരെ ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് ഗ്രെയിനി ടെക്സ്ചർ ആയിക്കോട്ടെ. സാധാരണ പുട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫൈനായിട്ടുള്ള പൊടിയല്ലല്ലോ ഉപയോഗിക്കാറ്. ഇനി ഈ പൊടിച്ച പൊടി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഞാൻ പൊടിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് കപ്പ എടുത്തിട്ടുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്യുക. 1.5 കപ്പ് പുട്ടുപൊടിക്ക് ഞാനൊരു 1/2 കപ്പ് കപ്പയാണ് ഇതിലേക്ക് ചേർത്താൻ പോണത്. ഇപ്പം കപ്പ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ പൊടിയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം. ഇനി ഉപ്പ് പൊടീൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച കപ്പ ചേർത്തി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ പൊടി കുഴക്കുന്ന സമയത്ത് കപ്പ ചേർത്തി കൊടുത്ത് കുഴക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും വെള്ളം യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. കപ്പയിൽ തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് തന്നെ മതി ഇത് കുഴച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് ചേർത്തി കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് നന്നായി കുഴച്ചതിൻ്റെ ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കിത് മൂടി വെക്കാം. നമ്മളിത് കുറച്ച് നേരം എന്തിനാണ് മൂടി വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെറ്റായ ഇൻഗ്രീഡിയൻസ് അല്ലേ ചേർത്തി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വെറ്റ്നെസ്സൊക്കെ പൊടിയിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് പെർഫെക്റ്റായ പുട്ട് റെഡിയായി കിട്ടും. 10 മിനിറ്റിന് ശേഷം നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അഥവാ നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിൽ വെള്ളത്തിൻ്റെ അംശം കുറവാണെന്നെങ്കിൽ വെള്ളം ഒന്ന് ചെറുങ്ങനെ കുടഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് പുട്ട് ചുടാൻ തുടങ്ങാം. നമ്മൾ യൂഷ്വലി പുട്ട് ചുടുന്ന പോലെ തന്നെ ആദ്യം ഒന്ന് തേങ്ങ ഇട്ടിട്ട് പിന്നെ പൊടി ഇട്ടിട്ട് അതേപോലെ തന്നെ പുട്ട് ചുടാൻ തുടങ്ങാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വേണം ചുട്ടെടുക്കാൻ, എന്നാലേ പുട്ട് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. പുട്ടുണ്ടാക്കാൻ നമ്മളെല്ലാ മലയാളീസിനും അറിയുന്നതിനാണല്ലോ. ഇപ്പം വെള്ളം ബോയിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ പാത്രം അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുകയെന്ന്. ഇപ്പം നമ്മൾ സ്വാദിഷ്ടമായ കപ്പ ചേർത്തിയ നുറുക്ക് ഗോതമ്പത്തിൻ്റെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ച ഈ മെത്തേഡ് തന്നെ നിങ്ങൾ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇത് എത്ര മണിക്കൂർ കഴിഞ്ഞാലും സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം, എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.